പ്രണയം മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പു മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയം ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ ഞാൻ ആദ്യമായിട്ട് വേൺസിനെ കാണുന്നത് ഒരു ഗാനമേളയിൽ കൂടിയാണ്. അത് ഓൾ സയൻസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കുട്ടികൾ പറയുമായിരുന്നു വേണുനാളിൽ നിന്നൊരു പാട്ടുകാരനുണ്ട്, അയാൾ പാട്ട് കേൾക്കണമെന്ന്. പക്ഷേ ഞാൻ അപ്പോൾ പറയുമായിരുന്നു അത് ദാസേട്ടനെ പോലെ പാടും, അതാണ് എൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ് ദാസേട്ടൻ. അപ്പോൾ പറയുമായിരുന്നു യേശുദാസിനെ പോലെ പാടും. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അങ്ങനെയാണ്. പിന്നെ യേശുദാസിൻ്റെ പാട്ട് കേട്ടാൽ പറയാൻ ഞാൻ പറയുമായിരുന്നു. പക്ഷേ 1977 ഞാൻ 76 ഗാനമേള കേൾക്കാൻ പോയി. കേട്ടു, മാനത്തെ കണ്ട് കേട്ടു. നല്ല ഹൈ പിച്ച് പാട്ടുകളാണ് മനുഷ്യൻ ഇപ്പോൾ പാടിക്കൊണ്ടിരുന്നത്. അത് കേട്ടു വീട്ടിൽ വന്നു. അയ്യോ പാട്ടുകാരനാണ്, അന്നത്തെ പ്രായത്തിൻ്റെ ഇളക്കവും എല്ലാം കൂടെ കാരണം ഭയങ്കര ഒരു ഹിറ്റ് പാട്ടുകളായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പാട്ട് കേട്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ത്രൂ ഔട്ടും. പിന്നെ 77 ആദ്യമായപ്പോഴത്തേക്കും പിന്നെ അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബന്ധുവും കൂടെയാണ് വേൺസിൻ്റെ അച്ഛൻ്റെ അനിയൻ, എൻ്റെ ഒരു ബന്ധു, ഞങ്ങൾ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അപ്പോൾ അങ്ങനെ ആളുടെ നാഗവള്ളി ആർസ്കുറുപ്പിൻ്റെ മോനാണെന്നൊക്കെ പറഞ്ഞു. 77 ആദ്യം അപ്പോൾ നാഗവള്ളി ആർസ്കുറുപ്പിൻ്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നെ കളിയാക്കാൻ വേണ്ടി എൻ്റെ ആൻറ്റിയൊക്കെ പറഞ്ഞു വേണ്ട പ്രേമിക്കൊന്നും വേണ്ട, കോളേജ് പഠിക്കുന്ന പ്രായമാണ്, പ്രേമിക്കൊന്നും വേണ്ട, അയാൾ ബുക്ക്ഡാണെന്ന് പറഞ്ഞു. ഞാൻ പ്രേമിക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് 77 ആദ്യം ആലോചന വരുന്നു, അത് വേണുനാഗവള്ളിയെന്ന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ ചോദിച്ചു അയ്യോ അത് വേറെ പ്രേമമായിരുന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല, ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു പോയി. ഇനി വേൺസിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതാണ്. അത് ഒരു കുട്ടി റൊമാൻസ് ബ്രേക്ക് ചെയ്തെങ്കിൽ ഞാനായിട്ട് ഒരാൾക്ക് ജീവിതം കൊടുക്കണമെന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. വേൺസിനെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നവംബർ 16 1978 ഞങ്ങളുടെ കല്യാണം നടന്നത്. അമ്മയില്ല, അച്ഛനുണ്ട്, സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്, പക്ഷെ എല്ലാവരും ദൂരെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു കുടുംബമാണ് വേൺചേട്ടനും, വേൺചേട്ടൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, വേൺചേട്ടൻ്റെ അനിയത്തി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അമ്മാവെന്നൊന്നും വിളിക്കില്ല. ഇവിടെ എല്ലാവരും ഭർത്താവൻ അമ്മ, അമ്മാവൻ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അമ്മായി അമ്മാവെന്ന് വിളിക്കില്ല, ഞാൻ അമ്മയെ അച്ഛനെ വിളിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ അമ്മയും മമ്മിയെന്നും അച്ഛൻ്റെ ഡാഡിയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയെ അച്ഛനെ വിളിക്കുള്ളൂ എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു.
വേണിച്ചേട്ടാന്നേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഡാർലിങ് അങ്ങനെയൊന്നും വിളിക്കണ്ട, വേറെ എന്ത് പേര് വെച്ച് വേറെ എന്ത് വേണം വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണിച്ചേട്ടാന്നേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു എൻറ്റയർലി ന്യൂ വേൾഡ്, എൻറ്റയർലി വേറൊരു പുതിയ ലോകമാണ് എനിക്ക് തുറന്നു കിട്ടിയത്. കാരണം വേണിച്ചിൽ നിന്ന് ഞാൻ ജീവിതത്തിൽ പല ആസ്പെക്ട്സും ഞാൻ പഠിച്ചത്. എങ്ങനെയാണ് ആളെ സ്നേഹിക്കുന്നത്, അമ്മയും അച്ഛനെ എങ്ങനെയാണ് നോക്കണ്ടേ, അല്ലെങ്കിൽ സ്വന്തക്കാരെങ്ങനെയാണ് നോക്കണ്ടേ, ഫ്രണ്ട്സിനോട് എല്ലാ ആറ്റിറ്റ്യൂഡ്, ഈ കമ്മിറ്റ്മെൻറ്റ്സ്, അതെല്ലാം അറിഞ്ഞ് നമ്മൾ ശരിക്കും പണ്ട് ഹിന്ദി ആനന്ദോഷ് തറാൻ തോന്നുന്ന ആരോ കവി എഴുതിയിട്ടുണ്ട്. ജീന സീക്ക മരണ സീക്ക എന്ന് പറഞ്ഞൊരു പാട്ടിൽ ഒരു വരികൾ പറയുന്നുണ്ട്. അത് ശരിക്കും വേണിച്ചൻ്റെ കൂടെ വന്ന ശേഷമാണ്. അത് പണ്ടേ ഞാൻ ഹിന്ദി പാട്ടും മലയാളം പാട്ടും ഒക്കെ ഇഷ്ടം പോലെ കേൾക്കുന്ന ആളാണ്. കിഷോർ കുമാർ സാറിൻ്റെ മോൻസ് എല്ലാം അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാതെ എല്ലാ പാട്ടും ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ ചില പാട്ടുകൾ നമുക്ക് മനസ്സിലിങ്ങനെ കിടക്കും. അങ്ങനെ വേണിച്ചൻ്റെ കൂടെ വന്ന ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ വേണിച്ചനെ പ്രണയിക്കുകയായിരുന്നു, സ്നേഹിക്കില്ല. എന്നുവെച്ചാൽ വേണിച്ചൻ്റെ പണ്ട് വേണിച്ചന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാര്യമാരിലും ഒരു കാമുക ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അത് എന്നെ കൂടെ ആണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണിച്ചനെ ഒരു ഭർത്താവ് എന്നല്ല ഒരു കാമുകൻ നിലയ്ക്ക് പ്രണയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രണയിക്കുമ്പോൾ എത്രയായാലും ആ സ്നേഹത്തിന് തീവ്രത കൂടും. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു തിരിച്ചങ്ങനെ ഉണ്ടോ എന്ന്. ഞാൻ അതെൻ്റെ വിഷയമല്ല, അത് വേണിച്ചെണ്ണ പറയണ്ടേ, ഞാനല്ല പറയണ്ടേ. പക്ഷേ വേണിച്ചെണ്ണ അങ്ങനെയാണെന്ന് നമ്മൾ ജീവിച്ച് 32 വർഷമാണ് ജീവിച്ചത്. ഈ 32 വർഷം കൊണ്ട് വേണിച്ചെണ്ണ തെളിയിച്ചു ഞാൻ പറഞ്ഞ 100% ശരിയാണെന്ന്. പിന്നെ ഞാൻ എന്താ പറയണ്ടേ. പിന്നെ അതിനുശേഷം മോൻ്റെ ജനനം. എനിക്കൊരു മോനാണ്. ഒരു കൊച്ചു കുടുംബത്തിലാണ് ഒരു വലിയ ഇടുത്തി പോലെ വന്ന് വേണിച്ചൻ്റെ ഒരു വിയോഗം. അത് താങ്ങാവുന്ന അപ്പുറമാണ്. എന്നാലും പണ്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ ഷോമാൻ പറഞ്ഞ പോലെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ ജീവിതം ജീവിച്ചേ പറ്റൂ, അല്ല വേറെ ഒരു പരിഹാരം അതിനില്ല. അത് ആകെയും ചിരിച്ചും തമാശയും പറഞ്ഞും ഒക്കെ ജീവിക്കുക. ഉള്ളിലെ വേദന, ആർക്കും വേദന കാണാൻ വലിയ താല്പര്യമല്ല, എല്ലാവർക്കും ചിരിച്ചു മുഖവും സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് കാണാൻ താല്പര്യം. അപ്പോൾ ജീവിതം അങ്ങനെയൊന്നും ആക്കുക. പിന്നെ ഞാൻ പൊതുവേ എൻ്റെ ഒരു ക്യാരക്ടർ എന്നൊരു ഡിപ്ലോമാറ്റിക് ക്യാരക്ടറാണ്. ഞാൻ അങ്ങേയറ്റം കരയില്ല, അങ്ങേയറ്റം ചിരിക്കില്ല. ഒരുപക്ഷെ ചിരിവ് കൂടിയാലും കരച്ചിൽ ഞാൻ കരയില്ല. അപ്പോൾ മനസ്സിൽ ഒതുക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ട് എനിക്കുമുണ്ട്. ജീവിതമാകുന്ന ഈ കടലിൻ്റെ തീരത്ത് ഒരുമിച്ച് ഒരുപാട് കാലം നടന്നവർ. പകുതി വഴിയിൽ ഒരാൾ യാത്ര പറഞ്ഞു. എങ്കിലും വിജനമായ ഈ തീരത്ത് നടക്കുമ്പോൾ മനസ്സിൽ പ്രണയം കടൽ പോലെ. ഓർമ്മകൾ തിരമാലകൾ പോലെ, തിരകൾ മരിക്കാത്തതുപോലെ പ്രണയം. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നും നീ പ്രണയ പ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം, എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറിയാണ്. അത് മെഷീൻ എംബ്രോയ്ഡറി ഒന്നുമല്ല, ക്രോസ് സ്റ്റിച്ച്, ക്രൂഷ്യോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലും വേണിച്ചൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. വേണിച്ചൻ്റെ ഭയങ്കര കളർ സെൻസാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ സെൻസ് ഞാൻ 2-3 നൂലെടുത്ത് ഞാൻ എന്തെങ്കിലും ക്രോസ് സ്റ്റിച്ചൊക്കെ ചെയ്താൽ ഞാൻ വേണിച്ചനെ കാണിക്കും. ഒന്നുമില്ലെങ്കിൽ നൂലെടുക്കണമെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ തച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ തച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ വേണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫുൾ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കും. വേണിച്ചൻ പറയും കൂടുതൽ ശരിയായില്ല മീര എന്ന് പറയും. പിന്നെ അത് കൂടുതൽ എന്താണെന്നും ഞാൻ ചോദിക്കില്ല, എന്താ ശരിയാവാത്തത് ഞാൻ ചോദിക്കില്ല. ഉടനെ അത് മുഴുവൻ ഞാൻ അയച്ചു. ചിലപ്പോൾ ഫുൾ വർക്കായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് മുഴുവൻ ഞാൻ മാറ്റിക്കളയും. അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണത്. അതിൻ്റെ കൂടെ
വെൻസിൻ പറഞ്ഞ ശരി ആണ് എനിക്കിഷ്ടം. എൻ്റെ ശരിയെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെൻസിൻ ശരിക്കാണ്. ഇപ്പോൾ വെൻസിനെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കൊള്ളില്ല, അത്ര തന്നെ. ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വെൻസിന് നിഴലിൽ നിൽക്കുന്നൊരു ഭാര്യയാണ്. ഒരിക്കലും വെൻസിന് കൂടെ നിൽക്കില്ല, വെൻസിന് മുമ്പിൽ നിൽക്കില്ല, വെൻസിന് പുറകെ വെൻസിന് നിഴലായിട്ട് നിൽക്കുന്നൊരു ഭാര്യയാണ്, ആണ്. വെൻസിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെൻസിൻ വീട്ടിലിരുന്ന് എഴുതുള്ളൂ. അഗ്നിദേവൻ എന്നൊരു സിനിമ മിസ്റ്റർ ആനന്ദ്കുമാർ ഡയറക്റ്റ് ചെയ്ത് ആനന്ദ്കുമാർ പ്രൊഡ്യൂസ് ചെയ്ത് വെൻസിൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അപ്പോൾ അതിൽ രോഹിണി അമ്മയുടെ ഒരു മെയിൻ റോൾ ചെയ്യുന്ന അമ്മുമ്മയായിട്ട് മലയാളത്തിൻ്റെ എഴുത്ത് പോരാ, അങ്ങനെയാണ് അതിൻ്റെ തുടങ്ങിയത്. അപ്പോൾ അത് രോഹിണി മാഡത്തിന് മലയാളം അറിഞ്ഞൂടാ. അപ്പോൾ ഓരോ മലയാളം ഡയലോഗും ഞാനാണ് വെൻസിന് വേണ്ടി എഴുതി കൊടുത്തത്. ഹിന്ദി ലിപിയിൽ മലയാളം ഡയലോഗ് എഴുതി കൊടുത്തു. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വെൻസിൻ നിനക്കത് പറ്റും, നീ എഴുതിക്കോന്ന് പറഞ്ഞു. അങ്ങനെ സമയമെടുത്ത് ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ എല്ലാം അത് എഴുതി കൊടുത്തു. പക്ഷേ മാഡത്തിന് ദേവനാഗിരി വേണമെന്ന് പറഞ്ഞിട്ട് മാഡം ദേവനാഗിരിയിലാക്കിയിട്ടാണ് പിന്നെ ഓരോ ഷൂട്ടിങ്ങിൻ്റെ ഏത് ഇതിലായാലും, ഷൂട്ടിംഗ് അല്ലാണ്ട് ഇൻഡോർ ആയിട്ട് ഏത് കാര്യമായാലും ഒരു ഷോട്ട് എടുത്തോട്ടെ മീറ്റ് നിൽക്കുമോ? ഞാൻ നിൽക്കും. ഭാര്യ സുഹൃത്തിലും അതെ, പാട്ട് സീനിൽ ഞാനുണ്ട്, മോനുണ്ട്, വെൻസിന് അനിയത്തിയുണ്ട്, അനിയത്തിയുടെ മോനുണ്ട്. ഒരു പാർട്ടി സീനിൽ മീറ്റ് ഇരിക്കുമോ, നിൽക്കുമോ? ആ ശരി. അവൻ്റെ അടുത്ത് പറയും നന്നായിട്ട് നല്ല ചെത്ത് ഡ്രസ്സ് ചെയ്തൊക്കെ വരണം എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഡ്രസ്സിങ് ഉൾപ്പെടെ ഞാൻ വെൻസിനെ ചോദിച്ചിട്ടേ ഡ്രസ്സ് ചെയ്യുള്ളൂ. അതാണ് എൻ്റെ ഒരു കുഴപ്പം. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ വെൻസിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്മിറ്റ്മെൻറ്റ്, അത് ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും ഒറ്റ കാര്യം. വെൻസിൻ്റെ അടുത്ത് ആദ്യം ജീവിതം തുടങ്ങിയപ്പോൾ ഇങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഓഫർ വന്നിട്ടുണ്ട്, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വെൻസിൻ്റെ കൂടെ ജീവിക്കുന്നത്, വെൻസിന് എങ്ങനെ ചെയ്യുന്നത് തീരുമാനിക്കാം. എനിക്ക് ആ സിനിമയോടൊന്നും അങ്ങനെ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനേ ഞാൻ പറഞ്ഞുള്ളൂ, തിരുവനന്തപുരത്താണെങ്കിൽ എത്ര ലേറ്റായാലും രാത്രി വീട്ടിൽ വരണം. അത് വെൻസിന് അവസാനം വരെ വെൻസിൻ വാക്ക് പാലിച്ചു. എത്ര രാത്രിയായാലും ട്രിവാൻഡ്രം പ്രിമിസസിലാണെങ്കിൽ അത് രാത്രി നിന്നുള്ള ചിലപ്പോൾ ഞങ്ങൾക്ക് 3 മണി 4 മണിയൊക്കെയാണ്. അത് പക്ഷേ ഒറ്റ കാര്യം, വെൻസിൻ്റെ കൂടെ ഞാൻ കഴിക്കുള്ളൂ രാത്രി. അപ്പോൾ എത്ര ലേറ്റായാലും 4 മണിയായാലും 5 മണിക്ക് ഞങ്ങൾ ഡിന്നർ കഴിച്ച ദിവസങ്ങളുണ്ട്. അത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വീടിൻ്റെ ഒരു രീതി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അതിൻ്റെതായ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ദിവസത്തിൽ ഏത് നേരമാണ് വെൻസിനെ ഓർക്കാത്തതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. അങ്ങനെ ഒരു സമയമില്ല, വെൻസിനെ ഓർക്കാത്തൊരു സമയം അതില്ല. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നിറങ്ങൾ നെയ്ത ഇഴകൾ പോലെ പ്രണയത്തിൻ്റെ പറയാനാവാത്ത ജീവിച്ചു തെളിയിച്ച പൂർണ്ണത ജീവിതസഖി ഇവിടെ ധരിച്ച് ഓർമ്മകൾ വേലിയേറ്റം പോലെ. ചേച്ചി, മലയാളത്തിൻ്റെ ഒരു പ്രണയനായകൻ എന്തായിരുന്നു വേണിച്ചേട്ടൻ അല്ലേ? അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ആളുടെ കൂടെ ജീവിച്ച പ്രണയാനുഭവങ്ങൾ ചേച്ചി എങ്ങനെയാണ് നോക്കി കാണുന്നത്? വെൻസിൻ എപ്പോഴും പറയും എല്ലാ ഭാര്യമാരും ഒരു കാമുക ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അത് പറയും എപ്പോഴും. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെൻസിൻ ജീവിതത്തിലും അതേ വെൻസിൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒരു എക്സോബസ് അങ്ങനെ റൊമാൻറ്റിക് ഭർത്താവൊന്നുമല്ല. റൊമാൻറ്റിക് അല്ല. വെൻസിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ റൊമാൻസ് അല്ല. പക്ഷേ വെൻസിൻ ചെയ്ത ക്യാരക്ടേഴ്സ്, റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഒരു സുകാര്യം, അർച്ചന ടീച്ചർ, അതൊക്കെ നമ്മൾ ചില പടങ്ങൾ വെൻസിനെ കാണുമ്പോഴത്തേക്കും, അത് വെൻസിൻ്റെ മാത്രമല്ല, വെൻസിൻ്റെ ആയാലും ഇപ്പം നല്ല നല്ല ആർട്ടിസ്റ്റിനെ കഥ കാണണം, അയ്യോ എനിക്ക് അതുപോലത്തെ ഒരു ചേട്ടനെ എനിക്ക് കിട്ടിയില്ലല്ലോ നമ്മൾ വിചാരിക്കും. പിന്നെ പ്രേമം എപ്പോഴും അത് ആളുണ്ടോ ഇല്ലയോ, ഇറ്റ് ഈസ്
ഫ്ലോയിങ് ഓൺ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരിക്കലും കമ്മിറ്റഡ് അല്ല, ഇപ്പോഴത്തെ പ്രേമം ഒരിക്കലും കമ്മിറ്റഡ് അല്ല, അൺകമ്മിറ്റഡ് ആയിരിക്കണം. അതായത് എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹിക്കാം, അതല്ല, അതെപ്പോഴും വൺ സൈഡ് ആയിപ്പോവും. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കാം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിനക്ക് സ്നേഹിക്കാൻ തോന്നിയാൽ നീ സ്നേഹിക്കുക, തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയൊന്നുമല്ല, അത് കാലം കഴിയുമ്പോൾ തെളിയിക്കും. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. കാരണം വേണിച്ച ഒരിക്കലും റൊമാൻറ്റിക് അല്ല. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയത് ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് കൂടോ എന്ന് പറയാം കിട്ടിയത്. വേണിച്ച ഒരിക്കലും റൊമാൻറ്റിക് അല്ല. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും വിചാരിച്ചിട്ട് എന്താ അങ്ങനെയാണ്. പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോഴാണ് പുള്ളിയുടെ മനസ്സ് നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് എത്രത്തോളം അവിടെ പ്രേമം അവിടെ ഉണ്ടെന്ന് അറിയുന്നത്. പക്ഷേ ഒരിക്കലും ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി ഭർത്താവിനോട് ഞാൻ നിന്നെ പ്രേമിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഒന്നുമില്ല, ഒരു വേണിച്ച് എനിക്ക് ഇന്നേ വരും 32 വർഷത്തെ ജീവിതത്തിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടില്ല. നോ പ്രസൻറ്റേഷൻ, നോ വെഡിങ് ഗിഫ്റ്റ്, ആനിവേഴ്സറി ഇല്ല, ബർത്ത്ഡേ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇതൊന്നും ഇല്ലയെന്നാണ് വേണിച്ചൻ്റെ. അത് എനിക്കും തോന്നുന്നു ശരിയാണെന്ന്. കാരണം ആനിവേഴ്സറിക്ക് ഒരു സാരി വാങ്ങിച്ചു തന്നിട്ട് പിറ്റേ ദിവസം കോങ്ങയൊക്കെ പിടിച്ച വല്ല കാര്യമുണ്ടോ? ഇല്ല, അതിലൊന്നും. അപ്പോൾ അതൊന്നും അല്ല അർത്ഥം. പിന്നെ ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയായി ഇപ്പോൾ സുധീൻ ചോദിച്ച ചോദ്യം. കാരണം വളരെ കമ്മിറ്റഡ് ആണ്. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, എല്ലാവർക്കും പൈസ. അപ്പോൾ ഭാര്യയെ കൊടുത്ത് ഗിഫ്റ്റിനെക്കാട്ടും വലിയതാണ് ഭർത്താവിന് കിട്ടിയത്, അല്ലെങ്കിൽ ഭർത്താവ് കൊടുത്ത് ഭാര്യയ്ക്ക് കുറഞ്ഞു പോയോ, അങ്ങനെ ഒരുപാട് കമ്മിറ്റഡ് ആണ്. അത് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ കമ്മിറ്റഡ് ഉള്ളതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ, എന്ത് പറയുന്നു? അതാണ്. അപ്പോൾ അൺകമ്മിറ്റഡ് ആയിരിക്കണം, എന്നാലേ. അതെ, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ ഇഫും ബട്ടൊക്കെ വരുമ്പോഴത്തേക്കും പോയി. അതൊരു നോൺ ഫ്ലോ ബ്ലോക്ക് ഇല്ലാത്തൊരു ഫ്ലോ ആയിരിക്കണം. അങ്ങനെ എന്താ സാഹിത്യത്തിൽ നിർഗളമായിട്ട് ഒഴുകണം. അതാണ് ശരിക്കും അതിൻ്റെ പ്രണയത്തിൻ്റെ ഒരു. അതെ 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 ഇല്ല, പ്രണയത്തിന് ഒരിക്കലും മരണമില്ല. അതിപ്പോൾ വേണിച്ചൻ്റെ കാര്യത്തിലെടുത്ത് നോക്കിയാൽ വേണിച്ചൻ്റെ ഒരു റൊമാൻസ് ഉണ്ടായിരുന്നു. അത് റൊമാൻസ് ബ്രേക്ക് ചെയ്തു ഞാൻ ഒരിക്കലും പറയില്ല. നോ റൊമാൻസ് ക്യാൻ ബി ബ്രോക്കൺ. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അത് ഉള്ളിലൊരു വികാരമാണ്. അപ്പോൾ അത് ഈ കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ വന്നു. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ കാണുന്നവർക്ക് അയ്യോ പൂർവ്വകാമുകിയൊന്നും ഭാര്യ അതൊന്നുമില്ല. ഞങ്ങൾ മൂന്ന് വ്യക്തികളാണ്. കല്യാണത്തിന് മുമ്പ് വേണിച്ചൻ എന്താണെന്ന് എനിക്കറിയേണ്ട എൻ്റെ വിഷയമല്ല അത്. അതറിഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഇന്നത്തെ കാലത്തൊക്കെ പ്രശ്നം അതാണ്. അത് ശരി, എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു. കല്യാണത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വേണിച്ചൻ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. ഇതുണ്ടായിരുന്നു, അത് പോയി തീർന്നു. നൗ യു ആർ മൈ ലൈഫ്, വൈഫ് ഇസ് ലൈഫ് ആൻഡ് ലവർ ഇസ് എ ഫ്ലവർ. അതൊരു അടിക്കുറിപ്പ് എഴുതുന്ന സാധനമാണ്. ലവർ എപ്പോഴും ഒരു പൂവിൻ്റെ സുഗന്ധമായിരിക്കും. അത് ഞാൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ലവർ ഇസ് എ ഫ്ലവർ, വൈഫ് ഇസ് ലൈഫ്. അപ്പോൾ പൂവിൻ്റെ സുഗന്ധവും ലൈഫ് ജീവിതത്തിൻ്റെ കാഠിന്യവും എല്ലാം ചേർന്നാണ് ഭാര്യ. ഇവിടെ അദ്ദേഹത്തിൻ്റെ വരികൾ പോലെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന, നമ്മുടെ സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഒന്നും ഒളിക്കാതിരിക്കുക ഒരു ഭാര്യയോട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടാ? നമുക്ക് വേറൊരു സുഹൃത്തിനോട് നമ്മുടെ കൂടെ പഠിച്ച ഒരാളെടുത്ത് കമ്മ്യൂണിക്കേറ്റ്, എന്തുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കിടപ്പറ പങ്കിടുന്ന, നമുക്ക് ആഹാരം വെച്ച് തരുന്ന, നമ്മുടെ പാത്രം കഴുകുന്ന, നമ്മുടെ വീടിന്റെ എല്ലാ വിളക്ക് എത്തിക്കുന്ന, നമ്മുടെ വീടിന്റെ മണമായിട്ടുള്ള നമ്മുടെ ഭാര്യയോട് എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടാ? ഭാര്യ തന്നെയാണ് ഏറ്റവും നല്ല സുഹൃത്ത്, സംശയമൊന്നുമില്ല. ഈ സുമോദേവി റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി ബോംബെ പോകേണ്ടി വന്നു. അപ്പോൾ അവരെല്ലാം പേപ്പറിലും ന്യൂസ് സുമോദേവി വേണുനാളെ ആദ്യമായിട്ട് ഡയറക്ടർ സുമോദേവി. അപ്പോൾ എല്ലാവരും അടുത്ത് പറഞ്ഞു, സുമോദേവിയെ അന്വേഷിക്കുകയാണ്. ഇത് ശരിക്കും സുമോദേവി എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? രാമായണത്തിൽ ഹനുമാൻ സീതയെ പോയി കാണുന്നുണ്ട് ഇലങ്കയിൽ അവിടെ പോകുമ്പോൾ. അശോകവനത്തിൻ്റെ അവിടെ നിന്ന് സീത ഇരിക്കുമ്പോഴത്തേക്കും ഹനുമാൻ ചോദിക്കുന്നു, സുമോദേവിയും ചോദിക്കുന്നുണ്ട്. ഇത് ഏതോ ഒരു കഥകളി കണ്ടിരിക്കുമ്പോഴാണ് വെച്ചിൻ്റെ ഐഡിയ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് സുമോദേവി എന്ന് ചോദിക്കുന്നുണ്ട്. അത് മീര ചോദിച്ചായിരിക്കും. ഞാനല്ല, ദേവി ഞാനല്ല എന്ന് പറഞ്ഞു. എനിക്ക് കഥയൊക്കെ അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ല ദേവി ഞാനല്ല എന്ന് പറഞ്ഞു. എന്തായാലും സിനിമയൊക്കെ റിലീസ് ഹിറ്റായി. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ദ ക്വസ്റ്റൻ ഓഫ് ടോളറൻസ്. അതിപ്പോൾ ഭർത്താവിൻ്റെ ഒരു കാമുകിയെ പറ്റി ഭർത്താവ് ഇത്തിരി കാമുകിയെ ഉള്ളിൽ വികാരമല്ലേ കാണിക്കുന്നത്. അത് നമുക്കതിൽ അതാണ് പ്യുവർ ലവ് ആണെങ്കിൽ നമുക്കത് ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. അത് ഇഷ്യൂ ആക്കുന്നവരുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെ ടോളറേറ്റ് ചെയ്തു. ഇന്നും സുമോദേവി കണ്ട് എന്നെ കഴിഞ്ഞമാണ് ഇതുപോലെ കാണിച്ചപ്പോൾ ആരെന്നെ ഇപ്പോഴും അത് നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? ഞാൻ വേണിച്ചുള്ളപ്പോഴേ ഞാൻ ഉൾക്കൊണ്ടു.
പിന്നെ വേൻസൺ ഇല്ലാത്തപ്പോൾ ഉൾക്കൊള്ളണ്ടേ? അത് ഉൾക്കൊള്ളും. അത് ഉൾക്കൊള്ളാണല്ലോ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനെ പ്രേമിക്കാം, കാമുകിക്ക് മാത്രമേ കാമുകനെ പ്രേമിക്കുന്ന അങ്ങനെയൊന്നുമില്ല ഇല്ലേ? അത് നമ്മൾ അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്നെ ആരും പ്രേമിച്ചില്ലല്ലോ. ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ് വേൻസനാണ്. അതപ്പോൾ ഇങ്ങനെ വേൻസൻ്റെ ഒക്കെ ഇമോഷൻസ് നമ്മൾ കാണുമ്പോൾ എന്തുമാത്രം ഡീപ്പാണ് വേൻസൻ്റെ ഓരോ ഇമോഷൻസും. അപ്പോൾ ഞാൻ അവിടെ സ്ഥാനത്ത് വന്നില്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അഭിമാനത്തോടെ ഞാൻ പറയുന്നു, വേൻസൺ പ്രേമിക്കാൻ യോഗ്യനാണ്.